ഗസയിൽ പുതിയ ഭരണ സംവിധാനം ഉടനെന്ന് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം സോഷ്യൽ ട്രൂത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിപുലമായിരിക്കുന്ന ഒരു നീണ്ട ഒരു റിപ്പോർട്ട് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് ആ വിഷയം ഒന്ന് സംസാരിച്ച് നോക്കാം, എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത്. അതിനുശേഷം ഈ സാഹചര്യങ്ങൾ, ഈ അവസ്ഥകളൊക്കെ എത്രത്തോളം നിലനിൽക്കാൻ വേണ്ടി സാധിക്കും, ഇതിന് എത്രത്തോളം സഹകരണമാണ് ഹമാസിൻ്റെ ഭാഗത്തുനിന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക എന്ന് നോക്കാം. കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ സോഷ്യൽ ട്രൂത്തിൽ ട്രംപ് ഇങ്ങനെ കുറിച്ചത്. അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ടുഡേ ദി ബോർഡ് ഓഫ് പീസ് റീച്ചസ് എ ഹിസ്റ്റോറിക്കൽ അഗ്രിമെൻറ്റ് ഫോർ ദി കംപ്ലീറ്റ് ഡിസൈർമെൻറ്റ് ഓഫ് ഹമാസ് ആൻഡ് ഓൾ others armed groups in Gaza. This is a momentous step towards lasting peace and security. ഇന്ന് ഹമാസിൻ്റെയും ഗാസയിലെ മറ്റ് എല്ലാ സായുധ ഗ്രൂപ്പുകളുടെയും പൂർണ്ണമായ നിരായുധീകരണത്തിനായി ബോർഡ് ഓഫ് പീസ് ഒരു ചരിത്രപരമായിരിക്കുന്ന കരാറിൽ എത്തി. ശാശ്വത സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള ഒരു മഹത്തായ ചുവടുവെപ്പാണിത്. ദിസ് അഗ്രിമെൻറ്റ് ഈസ് എ ക്രിട്ടിക്കൽ സ്റ്റെപ്സ് ടുവാർഡ്സ് ഗാസ finally being governed by a new Palestinian government that will work closely with the board of peace to help the Palestinian people. At the same time, Israel will have the security it deserves. Will Gaza no longer use it as a base for the terror attack? ഫലസ്തീൻ ജനതയെ സഹായിക്കുന്നതിനായി സമാധാന ബോർഡുമായി അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു പുതിയ പലസ്തീൻ ഗവൺമെൻറ് ഗാസയെ ഒടുവിൽ ഭരിക്കുന്നതിനുള്ള ഒരു നിർണായക ചുവടുവെപ്പ് ആണ് ഇത്. അതേസമയം ഇസ്രായേലിന് അർഹമായ സുരക്ഷ ലഭിക്കും. ഗാസ ഇനി ഭീകരാക്രമണങ്ങൾക്കുള്ള താവളമായി ഉപയോഗിക്കില്ല. അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ തർജ്ജമയോട് കൂട്ടിയിട്ടാണ് പറയുന്നത്. അടുത്തത് ഇങ്ങനെ പറയുന്നു: ദിസ് ഇസ് എ മേജർ മൈൽസ്റ്റോൺ ഇൻ ദി implementation of the Trump 20 points plan. The agreement will be carried out in the carefully structured phases as disarmament is completed. Israel forces will withdraw and the international stabilization forces will work with a new Palestinian police force to take responsibility for Gaza being safe for its residents and its neighbors. ട്രംപ് 20 പോയിന്റ് പ്ലാൻ, അതാണ് ഇതിൽ പറയുന്നത്. 20 പോയിന്റ് പ്ലാൻ നടപ്പിലാക്കുന്നതിന് ഇതൊരു പ്രധാന നാഴികക്കല്ലാണ്. കരാർ ശ്രദ്ധാപൂർവം ഘടനാപരമായ ഘട്ടങ്ങളിലായിരിക്കും നടപ്പിലാക്കുക. നിരായുധീകരണം പൂർത്തിയാകുമ്പോൾ ഇസ്രായേൽ സൈന്യം പിൻവാങ്ങും. ഗാസയിൽ താമസക്കാർക്കും അയൽക്കാർക്കും സുരക്ഷിതമായിരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അന്താരാഷ്ട്ര സ്ഥിരത ഒരു സേന പുതിയ പാലസ്തീൻ സേനയുമായി ചേർന്നിട്ട് പ്രവർത്തിക്കും. 1 year ago, there was a violent, raging war, humanitarian crisis and hostages kept in the brutal captivity. We have made historical progress and there is still much work to do. ഒരു വർഷം മുമ്പ് ഒരു അക്രമാസക്തമായ യുദ്ധം, മാനുഷിക പ്രതിസന്ധി, ക്രൂരമായ തടവിൽ പാർപ്പിക്കൽ, ബന്ദികൾ എന്നിവ ഉണ്ടായിരുന്നു. ചരിത്രപരമായ പുരോഗതി കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഐ വാണ്ട് ടു താങ്ക് the mediators, Egypt, Qatar and Turkey for their important efforts and especially my outstanding team whose tireless work made this historical breakthrough possible. മധ്യസ്ഥരായ ഈജിപ്ത്, ഖത്തർ, തുർക്കി എന്നീ രാജ്യങ്ങളുടെ പ്രധാന ശ്രമങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ ചരിത്രപരമായ മുന്നേറ്റം സാധ്യമാക്കിയ എൻ്റെ മികച്ച ടീമിന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. The threat that emerged from Gaza on October 7 will not be allowed to rebuild. ഒക്ടോബർ 7 ഗാസയിൽ നിന്ന് ഉയർന്നു വന്ന ഭീഷണി പുനർനിർമ്മിക്കാൻ അനുവദിക്കില്ല. അണ്ടർ ദി അഗ്രിമെൻറ്റ് ഗാസ വിൽ ഫൈനലി ബി ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദ ന്യൂ പാലസ്തീനിയൻ ഗവൺമെൻറ് ദാറ്റ് സെർവ് ഇറ്റ് ഈസ് പീപ്പിൾ. ഈ കരാർ പ്രകാരം ഗാസയിൽ ഒടുവിൽ അതിൻ്റെ ജനങ്ങളെ സേവിക്കുന്ന ഒരു പുതിയ പലസ്തീൻ സർക്കാരിൻ്റെ കൈകളിലായിരിക്കും ഇനി എത്തപ്പെടുക. കൺഗ്രാജുലേഷൻസ് ടു ഓൾ ഓൺ ദിസ് അമേസിംഗ് ഡെവലപ്മെൻറ്റ് ദാറ്റ് എവരിബഡി സെറ്റ് കുഡ് നെവർ ബി അച്ചീവ്ഡ്. എല്ലാവരും പറഞ്ഞ ഈ അത്ഭുതകരമായ വികസനത്തിന് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഒരിക്കൽ കൂടി നേടിയെടുക്കാൻ സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഡൊണാൾഡ് ജെ ട്രംപ്, പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക.
അങ്ങനെ പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, അത് അവസാനിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഏകോപനത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഘട്ടം ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് വന്നു. അവർ ഔദ്യോഗികമായിരിക്കുന്ന ഗവൺമെൻറ് തലത്തിൽ നിന്നൊക്കെ രാജിവെച്ച വിവരങ്ങളൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ അടുത്തത് പറയുന്നത് ഹമാസിൻ്റെ സായുധ ഗ്രൂപ്പുകളും നിരായുധീകരണം പൂർണ്ണമായ രീതിയിൽ അതായത് ഘട്ടം ഘട്ടമായിട്ട് നടപ്പിലാക്കണം എന്നുള്ളതാണ്. അതായത് ട്രംപ് പറഞ്ഞിരിക്കുന്നത് സായുധപരമായിരിക്കുന്ന അതായത് നിരായുധീകരണം, ആയുധം വെച്ച് കീഴടങ്ങുന്ന പ്രവൃത്തി ഒറ്റത്തവണ ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതും പിന്നീട് ഘട്ടം ഘട്ടമായ രീതിയിൽ ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പുറത്തു പോകും എന്നുള്ളതുമാണ്. ഇസ്രായേലിൻ്റെ നിലപാട് കാര്യങ്ങൾ ഈ വളരെ കൃത്യതയോടുകൂടി ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാത്രമാണ് പറഞ്ഞത്. നിലവിൽ ഇസ്രായേലിൻ്റെ മൗനം തുടരുന്നു എന്നുള്ളതും ഇസ്രായേൽ കൃത്യതയോടുകൂടി പിന്മാറിയിട്ടില്ലെങ്കിൽ തങ്ങൾ അത് ചെയ്യില്ലെന്നും ഹമാസ് പറയും. അന്താരാഷ്ട്ര സമാധാന സേനയും പലസ്തീൻ പോലീസ് സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ടുള്ളൊരു സുരക്ഷ ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തൊട്ടടുത്ത ദിവസം ഒരു മീറ്റിംഗ് ചേരുന്നുണ്ട് എന്ന് ട്രംപ് അതിൽ പറയുന്നുണ്ട്. എന്നാൽ ഇസ്രായേലിനെ പൂർണ്ണമായി ഈ പിന്മാറിയിട്ടില്ലെങ്കിൽ നിരായുധീകരണം പൂർത്തിയാക്കുക അസാധ്യമാണ് എന്നുള്ളതും ഇപ്പോഴും ചർച്ച മാത്രമാണുള്ളത്, അതല്ലാതെ ഒരു പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങിയിട്ടില്ല എന്നാണ് ഹമാസ് പറയുന്നത്. ഇവിടെ വിഷയം എന്ന് പറയുന്നത് പൂർണ്ണമായ രീതിയിൽ നിരായുധീകരണം നടത്തുക എന്നുള്ളത് പല ഘട്ടങ്ങളിലായി ഇസ്രായേലും അമേരിക്കയും പറഞ്ഞതാണ് ഹമാസിനോട്. അങ്ങനെ ഒരു സമയത്ത് നിരായുധീകരണം നടത്തി കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറുന്നില്ലെങ്കിൽ പിന്നീട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അത് വലിയൊരു പ്രശ്നമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നാം ഘട്ടത്തിലുള്ള സമാധാന ചർച്ച നടന്നത് ഈജിപ്തിൽ വെച്ചായിരുന്നു. 20ഓളം രാജ്യങ്ങൾ അതിൽ പങ്കെടുത്തിരുന്നു. കരാർ വ്യവസ്ഥ പ്രകാരം അന്ന് ഈ ഇറാൻ ക്ഷണം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇറാൻ അത് നിരസിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കരാർ വ്യവസ്ഥ കൊണ്ട് ഒരു കാര്യവുമില്ല. കരാർ ലംഘിക്കപ്പെടുന്നത് ഇസ്രായേൽ ആയിരിക്കും, അല്ല അമേരിക്ക ആയിരിക്കും. അമേരിക്കയോ ഇസ്രായേലോ കരാർ ലംഘിച്ചാൽ അമേരിക്ക ലംഘിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ലംഘിച്ചാൽ അമേരിക്ക മിണ്ടാതിരിക്കുന്നതിനാണ് അവർ അങ്ങനെ ഉദ്ദേശിച്ചത്. ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് കൃത്യമാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു രാജ്യം മുന്നോട്ട് വരില്ല. അമേരിക്കക്കെതിരെ കയർത്ത് കൊണ്ട് സംസാരിക്കാൻ മാത്രം ബലവും ശക്തിയുള്ള ഒരു രാജ്യം ആ 20 രാജ്യത്തിലും പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ ഒരു നാടകമാണ് എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കരാർ വ്യവസ്ഥ ഒന്നാം ഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ ലംഘിച്ചു, പല ഘട്ടങ്ങളിലായി 300ഓളം തവണ ലംഘിച്ചു എന്നാണ് പറയുന്നത്. 160 മുതൽ 200ഓളം പേർ അതിനുശേഷം കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ കരാർ ലംഘനത്തിന് ശേഷം. എന്നിട്ട് ഈ പറയപ്പെട്ട 20 രാജ്യങ്ങൾ പിന്നീട് മീറ്റിംഗ് കൂടിയിട്ട് എന്തെങ്കിലും തീരുമാനമെടുത്തിട്ടില്ല. അപ്പോൾ ഇതും ഒരു ചതിയാണോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അന്താരാഷ്ട്ര സേന എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര സേനയെ ആരാ നിയമിക്കേണ്ടത്? അറേബ്യൻ രാജ്യങ്ങൾ നിയമിക്കണം. അറേബ്യൻ രാജ്യങ്ങൾ അങ്ങനെ സേന നിയമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത്തരമൊരു സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ, അതായത് ഇപ്പം മൊത്തത്തിൽ അറേബ്യൻ രാജ്യങ്ങളെ സാരമായിട്ട് ബാധിച്ച യുദ്ധമാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഈ ഇറാനും അമേരിക്കയും തമ്മിൽ മാത്രമുള്ള യുദ്ധമാണോ? അല്ല. ഇതുവരെയുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ അഭിപ്രായം മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. അതായത് ഇറാനും അമേരിക്കയും തമ്മിലാണ്. ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അഭിപ്രായം പറയുന്നതിന് അപ്പുറം വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ഇറാൻ ആക്രമിച്ച് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്ന സമയത്ത് സൗദി അറേബ്യ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പുതിയൊരു സഖ്യ സംവിധാനം ഉണ്ടാക്കിയതോടുകൂടി അവർ മശൂലായി. അങ്ങനെ ആ സമയത്ത് ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നേരിട്ട് ഇടപെടാൻ വേണ്ടിയിട്ടുള്ള സമയം ആർക്കും ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ വരുന്നു. ഇതിനിടയിൽ ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഫലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഗൗരവകരമായ രീതിയിൽ പറയാനുള്ള കാര്യം, മുസ്ലിം രാജ്യങ്ങൾ അപ്പാടെ അമേരിക്കയിൽ നിന്ന് അകന്നു നിൽക്കുന്ന സമയത്ത് അവർക്കിടയിൽ ഒരു ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്ക ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കുക എന്നുള്ളത് കൂടി യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ താല്പര്യമാണ്, ആവശ്യമാണ്. അതും കൂടി കൂട്ടിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ചെയ്തത് എന്നും അനുമാനിക്കുന്നു. അപ്പോൾ പൂർണ്ണമായിരിക്കും നിരവധി, അതായത് ഏകദേശം 40 മുതൽ 60% വരെ ഗസക്കകത്ത് ഇപ്പോഴും ഇസ്രായേൽ സൈന്യത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഒറ്റപ്പെട്ട രീതിയിലുള്ള ഏറ്റുമുട്ടൽ നടത്തുന്നു, രാത്രി കാര്യങ്ങളിലൊക്കെ രഹസ്യമായിരിക്കുന്ന നിരീക്ഷണങ്ങൾ നടത്തുന്നു, അവർ ആയുധങ്ങൾ ശേഖരിക്കുന്നുണ്ടോ, സൂക്ഷിക്കുന്നുണ്ടോ, അതായത് ഹമാസിൻ്റെ ആൾക്കാർ അത്തരം പ്രവർത്തികൾ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. ഹമാസിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏരിയകൾ, അവർക്ക് പൂർണ്ണമായിരിക്കും നിയന്ത്രണമുള്ള ഏരിയയിൽ അവർ വൻതോതിൽ ആയുധ വിന്യാസങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇടപെടാൻ മാത്രം അവർ രഹസ്യമായ രീതിയിൽ ട്രോപ്പിനെ സംഘടിപ്പിക്കുകയും വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്,
ഒരുപാട് ആൾക്കാർ കാണാതായിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പോഴും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. റഫ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട്, അഥവാ ഈജിപ്തിൻ്റെയും ഗസയുടെയും അതിർത്തിയാണ്, അടുത്ത കോറിഡോറാണ് റഫ അതിർത്തി എന്ന് പറയുന്നത്. ആ അതിർത്തി കടന്നുകൊണ്ട് സ്വതന്ത്രമായ രീതിയിൽ ഇപ്പോഴും വാഹനങ്ങൾ എത്തുന്നില്ല. മറ്റു ലോക രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി തന്നെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഗസ ജീവിക്കുന്നത്. സഹായിക്കാൻ എല്ലാ അറേബ്യൻ രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും മറ്റു ലോക രാജ്യങ്ങളും തയ്യാറാകുന്നു, വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ വാഹനത്തിനും വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വതന്ത്രമായിരിക്കുന്ന ഒരു പാതയായിട്ട് ഇപ്പോഴും ഗസ മാറിയിട്ടില്ല എന്നുള്ളതും, എമർജൻസി കേസിൽ മാത്രമേ ഗസയിൽ നിന്ന് ഒരാൾക്ക് പുറത്തോട്ട് വരാൻ വേണ്ടി പറ്റൂ. അപ്പോൾ ഇവർ ഈ ഗസക്കാർ തന്നെയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യൂ. അതല്ലാത്തിട്ട് ഒരാൾ പുറത്ത് പോയാൽ അകത്ത് കയറുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അവർക്ക് രാജ്യം ഇല്ലാത്തൊരവസ്ഥ വരും. പിന്നീട് അവർ അഭയാർത്ഥികളാവും. അപ്പോൾ ഈജിപ്തിൻ്റെയോ മറ്റേതോ ഭാഗങ്ങളിൽ അഭയാർത്ഥികളാകുന്ന ഒരു സ്ഥിതിവിശേഷം വരും. ഈജിപ്തും ഇസ്രായേലും തമ്മിലുണ്ടാക്കിയിരിക്കുന്ന ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഗസയിലുള്ള ആളുകളെ അനിയന്ത്രിതമായ രീതിയിൽ തങ്ങളുടെ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. അവിടെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് അതിനെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും. അവിടെ ഈ ഈജിപ്തിൻ്റെ മരുഭൂമിയിലേക്ക് മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ട കരാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ ട്രംപ് നടത്തിയിട്ടുണ്ടെങ്കിലും എല്ലാം പരാജയമാണ്. അതൊന്നും നടക്കുന്ന കേസല്ല എന്ന് ഈജിപ്ത് അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, ഈ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന പുതിയ നിർദ്ദേശ കാര്യങ്ങൾ, പുതിയ നിലപാടുകൾ, പുതിയ സമീപനങ്ങൾ, അത് ഗസയിലെ പൂർണ്ണമായിരിക്കുന്ന സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പുതിയൊരു വാതിലുകൾ വളരെ പെട്ടെന്ന് തുറക്കും എന്നുള്ളതാണ്. ഹമാസിൻ്റെ ഒരു ആക്രമണം ഇനി ഇസ്രായേൽ ഉണ്ടാവില്ലെന്ന് ഇസ്രായേലിനോടാണ് പറയുന്നത്. ഇസ്രായേൽ പൂർണ്ണമായ രീതിയിൽ ഘട്ടം ഘട്ടമായി നിരായുധീകരിക്കപ്പെടും, അവിടുന്ന് രാജ്യം വിട്ടു പോകും എന്ന് പാലസ്തീനികളോടാണ് പറയുന്നത്. രണ്ട് ഭാഗവും സ്പർശിച്ചു കൊണ്ടാണ് ട്രംപ് സംസാരിച്ചത് എന്നൊരു പ്രത്യേകത ഉണ്ട്. പക്ഷേ ഇത് പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നും മറ്റു ലോകരാജ്യങ്ങളിൽ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് ഇതൊരു സംശയത്തോട് കൂടിയിട്ടാണ് ഹമാസ് ഈ കാര്യങ്ങൾ നോക്കി നിൽക്കുന്നത് എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഏതായിരുന്നാലും ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രതികരിച്ച ഉടനെ തന്നെ ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടാവും എന്നുള്ളതും, ഈ പറയപ്പെട്ട കാര്യം വെസ്റ്റ് ബാങ്കിന് ബാധകമാണോ എന്ന ചോദ്യത്തിന് ട്രംപ് ഇപ്പോഴും ഉത്തരം പറഞ്ഞിട്ടില്ല എന്നതുകൂടി നമ്മൾക്ക് കൂട്ടി വായിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.